Hello, welcome back to my YouTube channel. It's me, Sumi, the path of my God. എക്സാമുകൾ കുറേ അടുത്തുകൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ നിങ്ങൾക്കും എന്നോടൊപ്പം കൂടാം. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഉടനെ സെക്രട്ടേറിയറ്റ് OAയുടെ എക്സാം ഉണ്ട് കേട്ടോ. 28-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ അതൊന്ന് കുറേ വായിച്ച് പോയ പോയിൻറ്റുകളാണ് വീണ്ടും വീണ്ടും നമ്മളെടുത്ത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വായിച്ചു കൊണ്ടിരിക്കേണ്ട, അതായത് പഠിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, പോയിൻറ്റ്സുകൾ എടുക്കുക, നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. അപ്പോൾ ഞാനൊരു 10 പോയിൻറ്റുകൾ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് വായിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ റീഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിനെടുത്ത് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇതിനുള്ള മാർഗം. കാരണം നമ്മൾ എത്രയ്ക്ക് നല്ല രീതിയിൽ പഠിച്ചിട്ട് പോയാലും ആ ഒരു എക്സാം ഹാളിൽ നമ്മൾ എന്താണോ പ്രസൻറ്റ് ചെയ്യുന്നത് അതിലായിരിക്കും കാര്യങ്ങൾ. അപ്പോൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സാം പേപ്പർ തന്നെ, ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. പിന്നെ നമ്മൾ മാക്സിമം കാര്യങ്ങൾ എന്താണെന്നുള്ളത് അറിഞ്ഞു വെക്കുക. എത്രയൊക്കെയാണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് പറയുന്നത് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ടൈം കണ്ടെത്തി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഇപ്പോൾ എൻ്റെ ടൈം വെച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ടൈം പലർക്കും പല രീതിയാണ്. പലർക്കും ചിലർക്ക് രാത്രി ഇരുന്ന് പഠിക്കാൻ പറ്റും, ചിലർക്ക് രാവിലെ ഇരുന്ന് പഠിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ്. എന്നെ സംബന്ധിച്ചിടത്ത് എനിക്കാണെങ്കിൽ നേരത്തെ രാത്രിയിൽ ഞാൻ ഒരു 1 മണി 1:30 2 മണി വരെയൊക്കെ ഇരിക്കുമായിരുന്നു. അന്നൊക്കെ ഇക്ക പറയും, എന്നോട് പറയുമായിരുന്നു, വല്ല രോഗവും വരും പെണ്ണെ, ഇങ്ങനെ ഇരിക്കരുതെന്ന് പറയുമായിരുന്നു. അന്നൊക്കെ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആദ്യമൊക്കെ ഇതെന്ത് വെച്ചാൽ പകൽ ഫുൾ എനിക്ക് ഒട്ടും ടൈം കിട്ടുന്നില്ല. പകൽ ആകെ കിട്ടുന്ന ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒരു 10:30 മുതൽ അല്ലെങ്കിൽ ഒരു 11 മണി മുതൽ ആ ഒരു ടൈം മാത്രമായിരുന്നു ആദ്യമൊക്കെ വർക്ക് ചെയ്യാനുള്ള ടൈം കിട്ടുന്നത്. പിന്നീട് എനിക്ക് മനസ്സിലായി ഇങ്ങനെ പോയിട്ട് യാതൊരുവിധ കാര്യവും ഇല്ല എന്ന്. സോ ഞാൻ തന്നെ എന്ത് ചെയ്തു, ടൈം മാക്സിമം ഓരോന്ന് കണ്ടെത്താൻ തുടങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്തും പല കാര്യങ്ങളും നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. മറ്റുള്ളവരിൽ നിന്ന് പലതും കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും നമുക്ക് മാറ്റി വെക്കേണ്ടി വരും. എന്നിട്ട് വേണം നമ്മൾ ഇതിന് ടൈം കണ്ടെത്താൻ. എങ്കിലും കുഴപ്പമില്ല, കുറച്ച് നാൾ കൊണ്ട് നമുക്ക് ഒരു പക്ഷേ നല്ലൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ടൈം മാറ്റി വെക്കുന്നത്, നമ്മുടെ പല കാര്യങ്ങളും മാറ്റുന്നത്. കുട്ടികൾ ചോദിക്കും, ഉമ്മി അതുണ്ടാക്കിയാലോ ഇതുണ്ടാക്കിയാലോ, പക്ഷെ അത്രയും നേരം നമ്മൾ കിച്ചണിൽ നിന്ന് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വയ്യാഞ്ഞിട്ടല്ല. ഞാൻ ഒരു ടൈം വരെ ഫുൾ കിച്ചണിലായിരുന്നു. രാവിലത്തെ പണി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വാഷിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഉച്ചയ്ക്കലത്തെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യും. വീണ്ടും വൈകിട്ട് ചായക്ക് കടി ഉണ്ടാക്കുമായിരുന്നു. ചായക്ക് പലവിധ പലഹാരങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ശേഷം സന്ധ്യ ആകുമ്പോൾ ചിലപ്പം എന്തെങ്കിലും ഈ കുഞ്ഞുങ്ങൾക്ക് അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന ഐറ്റങ്ങൾ കൊണ്ട് പായസങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ മാക്സിമം ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ ചെടി നടുമായിരുന്നു. ചെടി നട്ടാൽ മാത്രം പോരാലോ, അതിനെ നമ്മൾ അതിൻ്റേതായ രീതിയിൽ നോക്കണ്ടേ. അപ്പോൾ അങ്ങനെ കുറേ ടൈം പോകുമായിരുന്നു. ഇങ്ങനെ എൻ്റെ ടൈം ഇങ്ങനെ മാക്സിമം പൊക്കോണ്ടേയിരുന്നു. അന്ന് ഒരു ദിവസം എന്നോട് ഇക്ക പറഞ്ഞു, നീ ഇങ്ങനെ അടുക്കളയിൽ കയറി ഇങ്ങനെ നിരങ്ങി നടന്നു എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ ആ ഒരു വാക്ക് എനിക്കത് പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ഇക്കയുടെ പല വാക്കുകളുമാണ് എന്നെ ഒത്തിരി മാറ്റിയത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇന്നും അവരെന്ത് കരുതും, അല്ലെങ്കിൽ എന്നെ കൊണ്ടത് പറ്റുമോ, ഞാനത് ചെയ്യുമോ, എനിക്കത് പറ്റുന്നില്ല, എനിക്കിത് ചെയ്ത് കഴിഞ്ഞിട്ട് അടുക്കളപ്പണി അല്ലെങ്കിൽ മറ്റു പണികൾ ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ എനിക്ക് മറ്റേത് ചെയ്യാൻ പറ്റൂ എന്നൊക്കെയായിരുന്നു ഞാനും. പക്ഷേ അതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ഞാൻ ഇപ്പോൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ പരിപാടി, രാവിലത്തെ ഫുഡ് ഒക്കെ ഉച്ചക്കലത്തേക്കും ഫുഡാക്കി വെക്കുക. ബാക്കി പെട്ടെന്ന് ക്ലീനിങ് കഴിയുക. കഴുകാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ നനച്ച് വെച്ച് അതും കഴിയുക. ഒരു 10:30 മണി കൂടിപ്പോയാൽ ഒരു 11 മണിക്കുള്ളിൽ എൻ്റെ പരിപാടികൾ തീർത്തതിന് ശേഷമാണ് ഞാൻ വന്നിരുന്ന് പഠിക്കാൻ റൂമിൽ കയറുക. ചില ദിവസങ്ങളിൽ കുളിച്ചും കഴിഞ്ഞ് കയറിയിരിക്കത്തുള്ളൂ. ചില ദിവസങ്ങളിൽ ഞാൻ ലുഹറാകുമ്പോഴത്തേക്ക് കുളിക്കത്തുള്ളൂ. വെച്ചാൽ ടൈം എവിടെയാണോ ടൈം പോകുന്നത്, 10 മണിയാകുമ്പോഴത്തേക്കെല്ലാം കഴിയുവാണെങ്കിലും
കുളിച്ച് റെഡിയാവാതെ വന്നിരിക്കത്തില്ല കേട്ടോ. അഥവാ ഒന്ന് 10:30-11 മണി ആയെങ്കിൽ ഞാൻ കുളിക്കാനായിട്ട് നിൽക്കാതെ ആ ഒരു ടൈം 1 മണിക്കൂർ ഞാൻ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് കുളിക്കാൻ പോകത്തുള്ളൂ. കാരണം അത്രയും നേരം നമുക്ക് ഫുഡ് കഴിക്കണം, നിസ്കരിക്കേണ്ട ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ഏതായാലും നമ്മൾ പഠിക്കുന്നിടത്ത് എഴുന്നേക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ അത് പെട്ടെന്ന് അങ്ങ് ചെയ്യാമെന്ന് എഴുതിയിട്ട് ആ 1 മണിക്കൂർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തന്നെ നോക്കി മാക്സിമം എനിക്ക് ടൈം കിട്ടാൻ തുടങ്ങി. നമ്മൾ എത്രത്തോളം നേരത്തെ എഴുന്നേറ്റ് നമ്മൾ പണികൾ തീർക്കുന്നു അത്രത്തോളം ടൈം നമുക്ക് കിട്ടും. എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നമ്മൾ പറയുമല്ലോ ഒട്ടും സമയമില്ല എന്ന് പറയുന്നത് നമ്മൾ പറയും. പക്ഷേ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈമുണ്ട്. അത് മാനേജ് ചെയ്യാൻ നമുക്ക് അറിയാൻ വയ്യായിട്ടാണ്. അത് പ്രോപ്പറായിട്ട് നമ്മൾ മാനേജ് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഒട്ടും ടൈം തികയാത്തത്. അതിപ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടോ. അതൊരു പക്ഷേ നമ്മുടെ ഓരോ എക്സ്പീരിയൻസ് വെച്ചും അല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് ചെയ്ത് വരുന്നത് വെച്ചിട്ടായിരിക്കാം നമുക്ക് ഓരോന്ന് മനസ്സിലാവുന്നത്. ഓരോരുത്തരും ഇങ്ങനെ പറയുമല്ലോ ഞാൻ അത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അല്ലെങ്കിൽ എത്ര നേരം പഠിച്ചിട്ട്. അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇവർക്ക് ഇത്രയും നേരം പഠിക്കാനുള്ള ടൈം എവിടെ നിന്ന് കിട്ടുന്നു, അല്ലെങ്കിൽ ഇവർക്ക് ഇത്രയും നേരം എങ്ങനെ കിട്ടുന്നു എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ട്. ചിലർ പറയത്തില്ല 20 മണിക്കൂർ 18 മണിക്കൂർ 15 മണിക്കൂർ. ഈ പോയിട്ടൊരു 2 മണിക്കൂർ തികച്ച് കിട്ടില്ലായിരുന്നു. എന്തിനും 1 മണിക്കൂർ പോലും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിക്കാനുള്ളൊരു ടൈം എനിക്ക് കിട്ടിയിരുന്നില്ല. പക്ഷേ അതേസമയം ഇന്ന് എനിക്ക് അത്യാവശ്യം അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയും ഞാൻ ഒന്നുകൂടെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എപ്പോഴൊക്കെ ചെയ്യണം, എന്തൊക്കെ രീതിയിൽ ഇനിയൊന്ന് മാറ്റം വരുത്തിയാൽ ഇനിയും എനിക്ക് എത്ര മണിക്കൂർ പഠിക്കാൻ പറ്റും എന്നുള്ളത് ഇങ്ങനെ നിരീക്ഷിച്ച് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഡെയിലി നമ്മളൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനോടൊരു ഇഷ്ടം തോന്നും. നമുക്ക് ഈ മടുപ്പ് തോന്നിയിരിക്കുന്നത് നമ്മൾ ഡെയിലി വർക്ക് ചെയ്യാത്തുണ്ടാവും. ഡെയിലി വർക്ക് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 10 ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. അടുത്ത ദിവസം അത് 15 ആക്കുക. നിങ്ങൾ കൂട്ടി കൊണ്ടുവരാൻ നോക്കുക, ശ്രമിക്കുക. നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ളൊരു ജോബാണ് വേണ്ടത് അല്ലേ? അല്ലാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പ്രൈവറ്റിൽ വർക്ക് ചെയ്തതുകൊണ്ട് പറയുകയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രൈവറ്റ് ജോലി പറ്റത്തില്ല. അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയിൽ സത്യം പറഞ്ഞാൽ പ്രൈവറ്റ് ജോലിക്ക് വിടത്തില്ല. ജോലി ഇല്ലെങ്കിൽ ഞാൻ വീട്ടിലിരിക്കും, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പഠിപ്പിച്ച് എന്തെങ്കിലും ചെയ്യും. ആ ഒരു തീരുമാനത്തിലാണ് ഞാൻ പണ്ട് മുതലേ ഞാൻ ഇതിനെ ഇറങ്ങി തിരിച്ചത്. ഒന്നെങ്കിൽ ഇതും കൊണ്ടേ ഞാൻ കയറും, അല്ലെങ്കിൽ ഇതില്ല എങ്കിൽ സത്യം പറഞ്ഞാൽ നാട്ടുകാരെ ഇതാക്കാൻ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. കിട്ടിയില്ല അത്രയേ ഉള്ളൂ. അത് ഞാനും റബ്ബും തമ്മിലുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ ഒന്നെങ്കിൽ ഇതും കൊണ്ടേ തിരിച്ചു കയറും, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, വീട്ടിലിരുന്ന് എന്തെങ്കിലും ജോലി ചെയ്ത് വീട്ടിലിരുന്നുകൊണ്ടുള്ള വർക്ക് ചെയ്യും. അല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പ്രൈവറ്റ് ജോലിക്ക് ഞാൻ പോകില്ല എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ച കാര്യമാണ്. കാരണം എനിക്ക് അത്ര അലയാൻ പറ്റത്തില്ല. എനിക്ക് അത്രയും ഒരു 10 രൂപയ്ക്ക് അല്ലെങ്കിൽ 15 രൂപയ്ക്ക് വേണ്ടി മാക്സിമം അവർ നമ്മളെ ഇട്ട് ഊറ്റത്തതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ആ പ്രൈവറ്റ് ജോബിനോട് എനിക്ക് യാതൊരുവിധ താല്പര്യമില്ല. പിന്നെ ഞാൻ ഈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറച്ച് നേരം കുറേ നേരം ഇരുന്ന് പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് മടുപ്പുണ്ടാവും, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറയും. അപ്പോൾ ഇത് കുട്ടികളെയും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ബ്രെയിൻ സ്ട്രോമിങ് ഗെയിമുകളുണ്ട്, യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് ഗെയിമുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളത് നമുക്കും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാവുന്ന ഒന്നാണ്. നമ്മുടെ കുട്ടികളെ കൊണ്ടും ചെയ്യിക്കുക, മാക്സിമം നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ രീതികൾ. അപ്പം നിങ്ങളും എന്ത് ചെയ്യുക, നിരാശപ്പെടരുത്. നമ്മൾ എവിടെയാണോ ഒരു നെഗറ്റീവ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് അവിടെ നിന്ന് നമ്മൾ മാറിയേക്കണം, അല്ലെങ്കിൽ ആ ഒരു ചിന്ത നമ്മുടെ മൈൻഡിൽ നിന്ന് മാറ്റിയേക്കണം. അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരാൾക്കാരിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. നമ്മൾ ഒരുപാട് ആൾക്കാരുമായിട്ട് ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ളതും ചെയ്യാതിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു മടുപ്പ് തോന്നുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുവെങ്കിൽ പറ്റുന്നില്ല, എന്നെക്കൊണ്ട് അത് കഴിയുന്നില്ല എന്നൊക്കെ തോന്നുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങളൊരു മോട്ടിവേഷൻ വീഡിയോ കാണുക. അല്ലെങ്കിൽ നിങ്ങളെക്കാളും താഴെയുള്ള പ്രായമുള്ളവർ നേടിയെടുത്ത പല കാര്യങ്ങളും നമ്മുടെ യൂട്യൂബിലുണ്ടല്ലേ. അപ്പം നിങ്ങൾ അങ്ങനെയുള്ളത് കാണുക. അപ്പോൾ ചിന്തിക്കാമല്ലോ, എനിക്ക് ഇത്രയും വയസ്സായിട്ട് എൻ്റെ ഏജ് ഇത്രയായി, എൻ്റെ ലൈഫ് ഇത്രയായി, എൻ്റെ ഈ ലൈഫ് കൊണ്ട് ഞാൻ എന്താണ് നേടിയെടുത്തതെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെക്കാളും താഴെ ഏജുള്ളവരെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവരെങ്ങനെയായി, എന്തായി, എന്ത് നേട്ടങ്ങളൊക്കെ അവർ കൈവരിച്ചു, അതും
ചുറ്റും ഇതെല്ലാം ചെയ്യുമ്പോഴും ഒന്ന് ഓർക്കുക, നമ്മുടെ ചുറ്റുമുള്ളവരെ ഒന്ന് ചേർത്ത് പിടിച്ചിരിക്കണം കേട്ടോ. അത് മറക്കരുത്. നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഓടിപ്പോകുമ്പോൾ നമ്മുടെ ചുറ്റും കുറച്ച് പേരുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. സോ അവരെയും കൂടെ ഒന്ന് കൂട്ടി നിർത്തി അവരെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് കഴിയുന്ന രീതിയിൽ അവർക്കും ചെയ്ത് കൊടുക്കുക. കാരണം അപ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മളിങ്ങനെ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ അവരും നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ശരി, ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.